ഹരി ഓം. രണ്ട് വസ്തു സംഗതമായിരിക്കുന്ന അവസ്ഥയാണ് സംഗതീകരണം. ദാനത്തിൻ്റെ 3 തലങ്ങൾ നമ്മൾ കണ്ടു. ആദാനം, അദനം, ദാനം. ദേവോ ദാനാത് വാ. ദാനം ചെയ്യുന്നവൻ ദേവനാണ്. ഇവിടെ ദാനം ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ വസ്തുത പ്രതിഫലേച്ഛ കൂടാതെ നൽകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ദാനം. അങ്ങനെ ദാനം ചെയ്യുന്നവൻ ദേവതുല്യനാണ്, ദേവനാണ്. പലപ്പോഴും ദാനം ചെയ്യുമ്പോൾ പ്രതിഫലം ഇച്ഛിക്കാറുണ്ട്. അത് ദേവതലത്തിലേക്ക് എത്തില്ല, മറിച്ച് അതിലും താഴ്ന്ന മനുഷ്യൻ്റെ തലത്തിലേക്കാണ് വരിക. ഇനി ആദാനം ചെയ്തതിനെ അദനം ചെയ്ത് അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ വ്യക്തി ആസുരിക തലത്തിലാണ് നിലകൊള്ളുക. അത് വ്യക്തിക്കും സമാജത്തിനും വിനാശമാണ് നൽകുന്നത്. അപ്പോൾ ആസുരിക തലം, മാനുഷിക തലം, ദേവതലം. അപ്പോൾ ദാനം യഥാർത്ഥത്തിൽ ദേവതലത്തിലൂടെ സംഭവിക്കേണ്ടതാണ്. ഇവിടെ ദാനത്തെയും ആദാനത്തെയും സംഗതമാക്കുന്നത് അദനമാണ്. അതിനെ കൂട്ടിച്ചേർക്കുന്നത് അദനമാണ്. ഇവിടെ സംഗതീകരണമാണ് യജ്ഞത്തിൻ്റെ രണ്ടാമത്തെ ധർമ്മമായിട്ട് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെ രണ്ടും കൂട്ടിച്ചേർക്കുമ്പോഴാണ് യജ്ഞത്തിൻ്റെ ഭാവന പൂർണ്ണമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത് നമ്മൾ കാണേണ്ടത് ഇജ് ധാതുവിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ദേവപൂജനം, സംഗതീകരണം, ദാനേഷു. അടുത്ത ഘട്ടത്തിൽ നമ്മളതിനെക്കുറിച്ച് ദേവപൂജനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഹരി.